2022 ഒക്ടോബർ 4 ഭാരതത്തിലെ ദേശീയ പത്രങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. കേരള പോലീസിൽ മുസ്ലിം തീവ്രവാദ ബന്ധമുള്ള 843 ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കേരള പോലീസിന് വിവരം കൊടുത്തതായിട്ടായിരുന്നു വാർത്ത. ഈ വാർത്ത ശരിയല്ലെന്ന് കേരള പോലീസ് ട്വിറ്ററിലൂടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വക്താക്കളുടെ പത്രക്കുറിപ്പിലൂടെയും പ്രതികരിച്ചു. എങ്കിലും കേരളത്തിലെ രഹസ്യാന്വേഷണ വകുപ്പ് ഈ കണ്ടെത്തലിന്റെ വാസ്തവത്തെക്കുറിച്ച് രഹസ്യമായ അന്വേഷണം ആരംഭിച്ചതായും വാർത്തകൾ വന്നു. കേരള പോലീസിൽ മുസ്ലിം തീവ്രവാദികൾ ശക്തമായൊരു ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നതോ അതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവാകുന്നതോ നാടാടെയല്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ വാർത്തയുടെ നിജസ്ഥിതിയെക്കുറിച്ചോ ഈ അന്വേഷണത്തിന്റെ ഗതി എന്താകുമെന്നതിനെ സംബന്ധിച്ചോ വലിയ സംശയമുണ്ടാവില്ല. തീവ്രവാദത്തിൽ സഹകാരികളാകുന്നവരുടെ കണക്കുകൾ സംബന്ധിച്ച് മാത്രമാവും സന്ദേഹം. 2022 ജനുവരി 2 ഷീലോഹന്റെ കാഴ്ചകളിൽ ഷെക്കേനയും പോലീസിലെ മുസ്ലിം തീവ്രവാദികളെക്കുറിച്ച് സാമാന്യം വിശദമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന മനോഹരമായ മുദ്രാവാക്യം മുഖാവരണമാക്കിക്കൊണ്ട് സെപ്റ്റംബർ 17 ശനിയാഴ്ച കോഴിക്കോട് നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി പ്രകടനവും അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളുടെ ഭീകരതയും നിരോധിക്കപ്പെട്ട ഇമാം കൗൺസിൽ ദേശീയ അധ്യക്ഷൻ അഫ്സൽ കാസിമി നടത്തിയ ജിഹാദ് ആഹ്വാനത്തിന്റെ ഭീകരതയും കണ്ട് ഞെട്ടിയ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ ആരംഭിച്ചതുകൊണ്ട് വീണ്ടും സജീവ ചർച്ചാ വിഷയമായ ഈ ഭീകര യാഥാർത്ഥ്യം സംബന്ധിച്ച അന്വേഷണങ്ങൾ സാവകാശം എല്ലാവരും മറക്കും. തീവ്രവാദികൾ പ്രവർത്തനം തുടരുകയും ചെയ്യും. അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി എന്തെങ്കിലും കർക്കശമായ നടപടി സ്വീകരിക്കണം. അഫ്സൽ കാസിമിയുടെ വാക്കുകൾ പ്രവാചകൻ പറഞ്ഞവയല്ല എന്ന് കേരളത്തിലെ പ്രമുഖ മുസ്ലിം സംഘടനകൾക്ക് പറയേണ്ടി വന്നു എന്നത് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ഭീകരത വ്യക്തമാക്കുന്നു. റിപ്പബ്ലിക്കിനെ രക്ഷിക്കുവാൻ നടത്തിയ പ്രകടനത്തിന്റെ 5-ാം പക്കം കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും അവരുടെ നേതാക്കളുടെ വസതികളിലും ദേശീയ സുരക്ഷാ ഏജൻസി നടത്തിയ റെയ്ഡ് കേരള പോലീസ് അറിയാതെ പോയതും കേന്ദ്ര സേനയുടെ സുരക്ഷയ്ക്കായി CRPയെ കൊണ്ടുവന്നതും ദേശീയ സുരക്ഷാ സേന മൊബൈൽ ജാമറുകൾ വരെ ഉപയോഗിച്ചതുമെല്ലാം കേരള പോലീസിനോടുള്ള അവിശ്വാസത്തിന്റെയും അവർക്ക് തീവ്രവാദികളോടുള്ള അടുത്ത ബന്ധത്തിന്റെയും പിണറായി സർക്കാർ കാണിക്കുന്ന തീവ്രവാദ പ്രീണന സമീപനങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിന്റെയും കൃത്യമായ സൂചന തന്നെയാണ്. ആപത്താണ് ഈ മനോഭാവം. കേരള പോലീസിൽ 60,000-ഓളം അംഗങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. KAP 1 മുതൽ 5 വരെയുള്ള ബറ്റാലിയനുകൾ, MSPSAP, RRSIR ബറ്റാലിയൻ, SISF എന്നീ ബറ്റാലിയനുകളിലായി ജോലി ചെയ്യുന്ന 10,000 മുതൽ 12,000 വരെയുള്ള സേനാംഗങ്ങൾക്കിടയിൽ മാത്രമല്ല ലോ ആൻഡ് ഓർഡർ, വിജിലൻസ്, ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവ ചേരുന്ന ലോക്കൽ പോലീസിൽ ജോലി ചെയ്യുന്ന 42,000-ഓളം വരുന്ന പോലീസുകാരിലും മുസ്ലിം തീവ്രവാദികളുടെ ശക്തമായ സാന്നിധ്യമുണ്ടെന്ന് കേരളത്തിലെ സാധാരണക്കാർക്ക് പോലും അറിയാം. ഈ തീവ്രവാദികളെ നിയന്ത്രിക്കുവാനോ അവരുടെ പ്രവർത്തനങ്ങൾ തടയുവാനോ സംസ്ഥാന സർക്കാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഇതുവരെ പെട്ടതായി സൂചനയുമില്ല. കേരള പോലീസ് സേനയിലെ മുസ്ലിം തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരള സർക്കാരിനും പോലീസ് മേധാവികൾക്കും വിശ്വാസയോഗ്യമായ അറിവ് ലഭിച്ചിട്ട് 10 വർഷമെങ്കിലുമായി. പച്ച വെളിച്ചം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന അവരുടെ തീവ്രവാദ വാട്സപ്പ് ഗ്രൂപ്പിൽ ദേശീയ അന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതായി പറയപ്പെടുന്നതിനേക്കാൾ 2 ഇരട്ടിയിലധികം അംഗങ്ങൾ ഉണ്ടാവുമെന്നാണ് അഭിജ്ഞ കേന്ദ്രങ്ങൾ സമ്മതിക്കുന്നത്. ബറ്റാലിയനുകളിലും ലോക്കലിലും അടക്കം എല്ലായിടത്തും അവർക്ക് ശാഖകളുണ്ട്. അവർക്ക് സാമ്പത്തികമായും സാമുദായികമായും വലിയ പിന്തുണ ലഭിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ സംരക്ഷണവും ലഭിക്കുന്നു. എങ്കിലും അച്ചടക്ക നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും കൈകാര്യം ചെയ്യപ്പെടുന്നു. കോടതി ചെലവുകൾക്കായി എത്ര പണവും ചെലവാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ തൊടുവാൻ പലർക്കും ഭയമാണ്. പോലീസിലെ ക്ലാസിഫൈഡ് രഹസ്യങ്ങൾ പോലും ചോർന്നു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തു നിന്നും ഇത്തരം വിവരങ്ങൾ ചോർന്നു പോയതിന് ഏതാനും വർഷം മുമ്പ് 2 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വിവരം ചോർത്തിക്കൊടുത്തു എന്നതായിരുന്നു അവർക്കെതിരെ കണ്ടുപിടിക്കപ്പെട്ട കുറ്റം. അവർ ചോർത്തിക്കൊടുത്ത വിവരങ്ങളും എല്ലാവരും അറിഞ്ഞതാണ്. അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഡിസ്മിസ് ചെയ്തതാണ്.
അദ്ദേഹം കോടതി വഴി തിരിച്ചു കയറിയതായാണ് വിവരം. കേരള പോലീസിന്റെ മിക്കവാറും രഹസ്യ നീക്കങ്ങൾ ചോർന്നു പോകുന്നതായി മിക്കവാറും ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്. ഇക്കാരണം പറഞ്ഞ് രഹസ്യ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥയെ DGPക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം നൽകുന്ന വിധത്തിലാണ് പലപ്പോഴും ഭരണകർത്താക്കളുടെ പ്രവൃത്തികൾ. അതുകൊണ്ട് ഇത്തരം അപഭ്രംശങ്ങളോട് സ്ഥാനമോഹികളായ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നു. CPMനും BJPക്കും പോപ്പുലർ ഫ്രണ്ടിനും എല്ലാം പോലീസിൽ അവരുടെ ആൾക്കാരുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അക്കാരണം കൊണ്ടാണ് അനസുമാർ പോലീസിൽ വിലസുന്നതും. പോലീസിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാക്ഷനും RSS പ്രാക്ഷനും മുസ്ലിം തീവ്രവാദികളായ SDP പ്രാക്ഷനും പ്രവർത്തിക്കുന്നതായി ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും പച്ചവെളിച്ചം പോലെ ഒരു ഗ്രൂപ്പ് വേറെയില്ല. പോലീസിൽ പോലീസുകാർക്കും ASI മുതൽ CI വരെ ഉള്ളവർക്കും DYSP, SP തുടങ്ങിയവർക്കും IPSകാർക്കും വേറെ വേറെ സംഘടനകളുണ്ട്. പോലീസിന് സംഘടനാ പ്രവർത്തന അനുമതി കൊടുക്കുന്നത് ആപത്താണെന്ന് കരുതുന്നവർ പോലും ഇവരെ ഇപ്പോൾ അംഗീകരിക്കുകയാണ്. ഇവരാരും കൃത്യമായ രാഷ്ട്രീയ പാർട്ടി ബന്ധം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതും. അവ സർവീസ് സംഘടനകളാണ്. ഭരിക്കുന്ന സർക്കാരിന്റെ കൊടി നോക്കി ഇവയുടെ നേതൃനിരയിൽ മാറ്റവും വരാറുണ്ട്. ഈ സംഘടനാ നേതാക്കൾക്ക് രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടെങ്കിലും അവർ വഴി പോലീസ് നടത്താൻ പോകുന്ന അതീവ രഹസ്യ നീക്കങ്ങളുടെയും വിവരം വരെ ബന്ധപ്പെട്ടവർക്കും തീവ്രവാദികൾക്കും ചോർന്നു കിട്ടാറില്ല. എന്നാൽ മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും അതിൻ്റെ പോഷക സംഘടനകൾക്കും പോലീസിൽ നിന്നും കിട്ടുന്ന അതീവ രഹസ്യമായ വിവരങ്ങൾ സംബന്ധിച്ച പല സംഭവങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കരുമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ PK അനസാണ് ഒരു ഉദാഹരണം. 2021 ഡിസംബർ 3-ന് തൊടുപുഴ മങ്ങാട്ടു കവലയിൽ KSRTC ജീവനക്കാരനായ മനോജിനെ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ച് അധികൃതർ അനസിനെ സർവീസിൽ നിന്നും പുറത്താക്കി. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടവർ അടക്കമുള്ളവരുടെ വിവരങ്ങൾ അനസ് SDPI പ്രവർത്തകർക്ക് കൈമാറിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് കറുപ്പുസ്വാമി അനസിനെ സസ്പെൻഡ് ചെയ്തത്. ദേവനിന്ദ എന്ന കുറ്റം ആരോപിച്ചാണ് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്ത മനോജ് എന്ന ക്രൈസ്തവ സംഘടനാ പ്രവർത്തകനെയും മക്കളെയും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ മുസ്ലിം തീവ്രവാദികൾ ശ്രമിച്ചത്. സൈബർ സെല്ലുകൾ, ജില്ലാ സൈബർ സെല്ലുകൾ, IG-മാരുടെ ഓഫീസുകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ ഇടങ്ങളിൽ തീവ്രവാദികൾ കയറിപ്പറ്റുന്നു. എല്ലാവരുടെയും ഫോണുകളും അവരെ ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങളും ശേഖരിക്കുന്നു, വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കേരളത്തിലെ പോലീസ് ആസ്ഥാനത്തു നിന്നും ഇത്തരം വിവരങ്ങൾ ചോർന്നു പോയതിന് ഏതാനും വർഷം മുൻപ് 2 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വിവരം ചോർത്തിക്കൊടുത്തു എന്നതായിരുന്നു അവർക്കെതിരെ കണ്ടുപിടിക്കപ്പെട്ട കുറ്റം. അവർ ചോർത്തിക്കൊടുത്ത വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ബിജു സലീം എന്ന SI ഡിസ്മിസ് ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം പക്ഷേ തിരിച്ചു കയറിയതായാണ് വിവരം. പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനത്തിരുന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തിയ ഒരു ഉദ്യോഗസ്ഥനെ അക്കാലത്തെ മേധാവി TP സെൻകുമാർ സ്ഥലം മാറ്റിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് കേരളത്തിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ആലുവയിൽ നൽകിയ പരിശീലനം വിവാദമായി. അതേ തുടർന്ന് DGP B സന്ധ്യ ഉത്തരവിട്ട അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ട 2 ഉന്നത ഉദ്യോഗസ്ഥരെ 2022 ഏപ്രിൽ 3-ന് സർക്കാർ സസ്പെൻഡ് ചെയ്തു. 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തു. റീജിയണൽ ഫയർ K ഷിജുവും ജില്ലാ ഫയർ ഓഫീസറുമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. M സാജിദ്, B അനീഷ്, YA രാഹുൽ ദാസ് എന്നിവർ സ്ഥലം മാറ്റപ്പെട്ടു. ഇവരിൽ ജില്ലാ ഫയർ ഓഫീസർ പരിശീലനം നൽകാനാവില്ലെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും റീജിയണൽ ഓഫീസർ നിർബന്ധിച്ച് പരിശീലനം കൊടുപ്പിക്കുകയായിരുന്നുവെന്നുമായിരുന്നു വാർത്ത. പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവത്രേ. എന്നാൽ പരിശീലനത്തിന് ഫയർഫോഴ്സിന്റെ വാഹനമോ ഉപകരണമോ ഉപയോഗിക്കരുത് എന്ന റീജിയണൽ ഓഫീസറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാണ് ജില്ലാ ഓഫീസർക്ക് സസ്പെൻഷൻ ഉണ്ടായത്. അതല്ല, അദ്ദേഹം പരിശീലനത്തെ എതിർത്തതിനും സംഭവം പുറത്തുവരാൻ പ്രവർത്തിച്ചതിനുമാണ് ശിക്ഷിച്ചതെന്നും പറയുന്നു.
പോപ്പുലർ ഫ്രണ്ട് നേതാവ് AI റൌഫിന്റെ 2022 ജൂലൈ 5 ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർവേഡ് ചെയ്തതിന് ജൂലൈ 19 സസ്പെൻഷനിലായ കാഞ്ഞിരപ്പള്ളിയിലെ ASI റംല ഇസ്മായിലാണ് അടുത്ത കഥാപാത്രം. മെയ് 21 പോപ്പുലർ ഫ്രണ്ടുകാർ ആലപ്പുഴയിൽ നടത്തിയ കുപ്രസിദ്ധമായ പ്രകടനത്തെയും അവിടെ ഒരാളുടെ തോളത്തിരുന്ന് ഒരു കുട്ടി ഉയർത്തിയ തീ തുപ്പുന്ന മുദ്രാവാക്യങ്ങളെയും കുറിച്ചെടുത്ത പോലീസ് കേസിനെയും കോടതി നടപടികളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു റൌഫിന്റെ പോസ്റ്റ്. അതാണ് റംല ഫോർവേഡ് ചെയ്തത്. തന്റെ ഫോൺ ഉപയോഗിച്ച് ഭർത്താവാണ് പോസ്റ്റ് ഫോർവേഡ് ചെയ്തതെന്ന് റംല വാദിച്ചെങ്കിലും രക്ഷപ്പെടാനായില്ല. ജൂലൈ 5 നടന്ന സംഭവത്തിൽ നടപടി ഉണ്ടായത് വാർത്താ ചാനലിൽ വിവാദമായതിനു ശേഷമാണ്. ജസ്ന തിരോധാന കേസിൽ കുപ്രസിദ്ധമായ നാടാണ് കാഞ്ഞിരപ്പള്ളി. മൂന്നാറിൽ നിന്നും തീവ്രവാദ സംഘടനകൾക്ക് വിവരം ചോർത്തി കൊടുത്തതിന് 2022 ജൂലൈ 22 സ്ഥലം മാറ്റപ്പെട്ട P. അലിയാർ, PS. റിയാസ്, അബ്ദുൾ സമദ് എന്നിവരും കേരള പോലീസിലെ തീവ്രവാദ ബന്ധത്തിന്റെ സാക്ഷികളാണ്. ദേശീയ നടപടിക്കെതിരെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താൽ ദിനത്തിൽ അറസ്റ്റിലായ 2 പ്രതികളെ രക്ഷപ്പെടുവാൻ സഹായിച്ച CI സിയാദാവണം പോലീസിലെ തീവ്രവാദികളുടെ സഹായികളുടെ ഏറ്റവും പുതിയ അടയാളം. ഹർത്താൽ ദിനത്തിൽ അഴിഞ്ഞാടുന്നവർക്കെതിരെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുവാൻ ഹൈക്കോടതി പോലും ആവശ്യപ്പെട്ട സെപ്റ്റംബർ 23 അക്രമം കാണിച്ചവരെയാണ് സിയാദ് സഹായിച്ചത്. ഇനി ഹൈക്കോടതിയിൽ പ്രതിക്കു വേണ്ടി വലിയ അഭിഭാഷകർ എത്തും. സർക്കാർ പാവം വക്കീലിനെ വെക്കും. കോടതിക്ക് അനസിന് അനുകൂലമായി വിധിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. കുപ്രസിദ്ധമായ ഹാദിയ കേസിലുണ്ടായ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ തീ പിടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി അഴിഞ്ഞാടിയവരോട് പോലീസ് കാണിച്ച മൃദു സമീപനം സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. തങ്ങൾക്ക് അനുകൂലമായി വിധിച്ചില്ലെങ്കിൽ കോടതിയെ ഭീഷണിപ്പെടുത്തുമെന്ന സന്ദേശമായിരുന്നല്ലോ ആ സമരം. സമരക്കാരുടെ പേരിലും കേസെടുത്തതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല. എന്നാൽ ഏതാനും നാളുകൾക്കു ശേഷം അഭിമന്യുവിന്റെ കൊലപാതകത്തെ തുടർന്ന് കൊച്ചിയിലെ ഏതാനും SDPIക്കാരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഹൈക്കോടതിക്കെതിരെ സമരം നടത്തിയവരെ പോലീസ് പിടികൂടിയത്. 2018 ജൂലൈ 2 എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇടുക്കി വട്ടാവട സ്വദേശി അഭിമന്യു എന്ന SFI പ്രവർത്തകനെ SDPIക്കാർ വെട്ടിക്കൊന്നതായിരുന്നു മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം. 2018 ജൂലൈ 2 അതിരാവിലെ മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിൽ കടന്നു കയറിയാണ് SDPIയുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ കുട്ടി ജിഹാദികൾ 20കാരനായ അഭിമന്യുവിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന 19കാരനായ അർജുൻ എന്ന വിദ്യാർത്ഥിക്കും മാരകമായ പരിക്കേറ്റെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിണറായി കേരളത്തിലെ പോലീസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇടതുപക്ഷവുമായി വലിയ ചങ്ങാത്തത്തിലായിരുന്ന SDPIയുടെ ജിഹാദികൾ CPMന്റെ വിദ്യാർത്ഥി വിഭാഗമായ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ നിഗ്രഹിച്ചത്. സംഭവത്തോടനുബന്ധിച്ച് പോലീസ് 20ഓളം പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാന പ്രതികളെ അവർ കീഴടങ്ങുന്നതുവരെ തൊടാൻ കേരള പോലീസിനായില്ല. അഭിമന്യുവിനെ കുത്തിയതായി പോലീസ് പറയുന്ന കേസിലെ പ്രധാന പ്രതി സഹൽ ഹംസ 2020 ജൂണിലും അർജുനെ കുത്തിയതായി പോലീസ് പറയുന്ന മുഹമ്മദ് ഷാഹിം 2019 നവംബറിലും പോലീസിന് കീഴടങ്ങുന്നതുവരെ അവരെ തൊടാൻ കേരള പോലീസിനായില്ല. അവരെല്ലാം ബാംഗ്ലൂരിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്ന പ്രതികളുടെ അവകാശവാദം പോലീസും അംഗീകരിച്ചു. ക്യാമ്പസ് ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി JI മുഹമ്മദ്, ജില്ലാ പ്രസിഡന്റ് ആരിഫ് ബിൻ സലീം തുടങ്ങിയ 16 പേരായിരുന്നു അന്നത്തെ പ്രതികൾ. കൊലപാതകം ആസൂത്രണം ചെയ്തതായി പോലീസ് കരുതുന്ന ഷാജഹാൻ, അക്രമികൾക്ക് പരിശീലനം കൊടുത്ത ഷിറാസ് എന്നിവരെ പോലീസ് ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. 13ാം പ്രതിയായ മനാഫ് തൊടുപുഴയിൽ ജോസഫ് സാറിന്റെ കൈ ഛേദിച്ച കേസിലും പ്രതിയായിരുന്നു. എന്നിട്ടും SDPIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അബ്ദുൾ മജീദ് അന്ന് പറഞ്ഞത് SDPIക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്നായിരുന്നു. ഓരോ കൊലപാതകം കഴിയുമ്പോഴും അവർ അതുതന്നെ പറയുന്നു. ഇപ്പോഴും അതാണ് ആവർത്തിക്കുന്നത്. അഭിമന്യുവിന് ശേഷം 2019 ഓഗസ്റ്റ് 4 ചാവക്കാട് P. നൌഷാദ് എന്ന കോൺഗ്രസ് പ്രവർത്തകനെയും ഈ ജിഹാദികൾ നിഗ്രഹിച്ചു. അദ്ദേഹം കോൺഗ്രസിലേക്ക് മുസ്ലിമുകളെ ആകർഷിക്കുന്നു എന്നതായിരുന്നു ആക്ഷേപം. 2021 ഫെബ്രുവരിയിൽ ചേർന്ന നങ്ങ്യാർ കുളങ്ങരയിൽ RSS പ്രവർത്തകനായ നന്ദു കൃഷ്ണനെ SDPIയുടെ ജിഹാദികൾ കശാപ്പ് ചെയ്തു. ആ കേസിലും യഥാർത്ഥ പ്രതികളാണോ പിടിയിലായത് എന്ന സംശയം ശക്തമാണ്.
വിദ്യാർത്ഥികളായ മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ അവർക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന മനോജിനെ 2021 ഡിസംബർ 3 വണപ്പുറത്ത് വെച്ച് മുസ്ലിം തീവ്രവാദികൾ തടഞ്ഞു നിർത്തി ബസ്സിൽ നിന്നും ഇറക്കി കൈകാര്യം ചെയ്യുവാൻ നോക്കി. അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങാത്തതിനെ തുടർന്ന് തീവ്രവാദികളിൽ ഒരാൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത് യാത്രാ വിവരങ്ങൾ സഹജിഹാദികളെ ടെലിഫോൺ ഉപയോഗിച്ച് അറിയിക്കുകയും മങ്ങാട്ടുകവലയിൽ എത്തിയപ്പോൾ അവർ സംഘമായി ബസ് തടഞ്ഞ് മനോജിനെ ആക്രമിക്കുകയുമായിരുന്നു. മക്കളുടെ മുന്നിലിട്ടാണ് മനോജിനെ ആക്രമിച്ചത്. പോക്കറ്റ് അടിച്ചു എന്ന് ആക്ഷേപിച്ചായിരുന്നു തുടക്കം. റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ജനങ്ങളെ കൂട്ടുന്നത് പോലെ ഒരു കളവ്. മർദ്ദിച്ചവശനാക്കിയ ശേഷം തങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും അവർ കൃത്യമായി വ്യക്തമാക്കി. തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു ഭീഷണി. മനോജ് തന്നെ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. മങ്ങാട്ടുകവലയിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തി ഇടപെട്ടതുകൊണ്ടാണ് ജീവൻ കിട്ടിയതെന്നാണ് മനോജ് പറഞ്ഞത്. ശാരീരിക ആക്രമണത്തിനൊപ്പം മനോജിനെതിരെ നിയമപരമായ പീഡനത്തിനും വഴിയൊരുക്കി. ദൈവനിന്ദ ആരോപിച്ച് മനോജിനെതിരെ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. മനോജിനെ ആക്രമിച്ച കേസിൽ പിടിയിലായത് വണ്ണപ്പുറം സ്വദേശിയായ ഒരു SDPI പ്രവർത്തകന്റെ മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് അനസ് ഔദ്യോഗിക ഡൊമൈൻ ID ഉപയോഗിച്ച് ചോർത്തിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. SDPIക്കാർക്ക് എതിരാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നതും അവർ നടത്തിയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനാകുന്നതും പോലീസിനെ വെട്ടിച്ച് അവർ ആഗ്രഹിക്കുന്നത്ര കാലം ഒളിവിൽ കഴിയാനാവുന്നതുമെല്ലാം എന്തുകൊണ്ടാണ് എന്നതിലേക്ക് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് പോലീസിന്റെ ഈ കണ്ടെത്തൽ. അടുത്ത കാലത്തു നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് നടന്ന അന്വേഷണത്തിന്റെ ഫലമായി കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് പലയിടത്തു വെച്ച് നടന്ന ഗൂഢാലോചനകളുടെ ഫലമായിരുന്നു ആ കൊലപാതകങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഗൂഢാലോചനകൾ സംബന്ധിച്ച് കേരളത്തിന്റെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഒന്നും അറിയുന്നില്ല. പോലീസ് അറിയുന്നവ എല്ലാം ചോർന്നു പോകുന്നു. കേരള പോലീസിന്റെ രഹസ്യ നീക്കങ്ങൾ ചോർന്നു പോകുന്നതായി മിക്കവാറും ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്. ഇക്കാരണം പറഞ്ഞ് രഹസ്യ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥയെ DGPക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കളും ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇത്തരം അപഭ്രംശങ്ങളെ കണ്ണടയ്ക്കുകയാണ് പതിവ്. CPMനും BJPക്കും പോപ്പുലർ ഫ്രണ്ടിനുമെല്ലാം അവരുടെ ആൾക്കാരുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അക്കാരണം കൊണ്ടാണ് അനസുമാർ പെരുകുന്നതും. ഈ അച്ചടക്ക നടപടി കേസിലും ഇതൊക്കെ തന്നെയാവും സംഭവിക്കുക. ഇതാണ് കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ എന്നതാണ് ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. കുറുന്തോട്ടിക്ക് വാദം പിടിച്ച അവസ്ഥ. പച്ചപ്പടം മാത്രമല്ല, കാവിപ്പടയും ചെമ്പടയുമെല്ലാം പോലീസ് രഹസ്യങ്ങൾ ചോർത്തുന്നതായാണ് വിവരം. കേരള പോലീസിലെ മുസ്ലിം തീവ്രവാദ സ്വാധീനത്തെക്കുറിച്ച് കേരള പോലീസ് അധികൃതർക്ക് കൃത്യമായി അറിയാം. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ നടപടി എടുക്കാനാവുന്നില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമുള്ള പോലീസുകാരുടെ ഒരു ഗ്രൂപ്പ് പച്ച വെളിച്ചം എന്ന പേരിൽ പോലീസിൽ പ്രവർത്തിക്കുന്നതായി എല്ലാവർക്കും അറിയാം. എല്ലായിടത്തും അവർക്ക് ശാഖകളുണ്ട്. സാമ്പത്തികമായും സാമുദായികമായും പിന്തുണയും സംരക്ഷണവും ലഭിക്കുകയും ചെയ്യുന്നു. അച്ചടക്ക നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും കൈകാര്യം ചെയ്യപ്പെടുന്നു. കോടതി ചെലവുകൾക്കായി എത്ര പണം ചെലവാക്കാനും ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ തൊടാൻ പലർക്കും ഭയമാണ്. 2018 KAP 3ാം ബറ്റാലിയനിൽ അടൂർ കേന്ദ്രമായി നടക്കുന്ന മുസ്ലിം മത തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാരിന് ഒരു ഊമക്കത്ത് ലഭിച്ചു. ഒറീസ കേഡറിൽ നിന്ന് വന്ന ഷഫീഖ് അഹമ്മദ് ആയിരുന്നു അന്ന് 3ാം ബറ്റാലിയൻ DIG. അദ്ദേഹം തീവ്രവാദികളെ സഹായിക്കുന്നുവെന്നും കത്തിൽ ആക്ഷേപമുണ്ടായിരുന്നു. ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ DGPയോട് ആവശ്യപ്പെട്ടു. അന്നത്തെ ബറ്റാലിയൻ അധിപൻ അഡ്മിനിസ്ട്രേഷൻ ADGP ആയിരുന്ന അനന്തകൃഷ്ണൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. DYSP ആയിരുന്ന രാജു അബ്രാത്തിനായിരുന്നു അന്വേഷണ ചുമതല. വകുപ്പ് തലത്തിൽ നടന്ന ആ അന്വേഷണത്തിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന നിഗമനങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കണ്ടതോടെ ഉന്നതതല സമ്മർദ്ദങ്ങളായി. റിപ്പോർട്ട് പൂർത്തിയാകാതിരിക്കുകയോ അതിനനുസരിച്ച് നടപടി ഉണ്ടാകാതിരിക്കുകയോ ചെയ്തു. ഒറീസ കേഡറിൽ നിന്ന് വന്ന DIG ഷഫീഖ് അഹമ്മദിന് പക്ഷേ തിരിച്ചു പോകേണ്ടി വന്നു. അതാണ് സർക്കാരിന്റെ മനസ്സ്. ഏറ്റവും അവസാനം കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെതിരെ അതികർശനമായ നടപടികളുമായി വന്നപ്പോഴും സാവകാശം കൊടുത്തു പിണറായി. ആപത്താണ് ഈ നിസ്സംഗത.
ഇത്തരം പ്രവർത്തകരോട് കേരള സർക്കാർ കാണിക്കുന്ന മൃദു സമീപനത്തിന്റെ മറ്റൊരു അടയാളമാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് OMA സലാം. കേരള വൈദ്യുതി ബോർഡിലെ സീനിയർ അസിസ്റ്റന്റിന്റെ ശമ്പളം 2022 സെപ്റ്റംബർ 30 വരെ വാങ്ങിച്ച തീവ്രവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് 2020 ഡിസംബറിൽ ബോർഡിന്റെ വിജിലൻസ് വിഭാഗം കണ്ടെത്തുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതാണ്. അദ്ദേഹത്തിനുള്ള 2 പാസ്പോർട്ടുകളിൽ ഒന്ന് ഉദ്യോഗസ്ഥരെ കാണിക്കുവാനോ അദ്ദേഹം സിറിയയിലേക്കും മറ്റും നടത്തിയതായി പറയപ്പെടുന്ന അനധികൃത വിദേശ യാത്രകളെക്കുറിച്ച് വിശദാംശങ്ങൾ കൊടുക്കുവാനും തയ്യാറായില്ല. 2022 ഓഗസ്റ്റിലാണ് സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത്. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. കോടതി സ്റ്റേ കൊടുക്കാതിരുന്നതുകൊണ്ട് സെപ്റ്റംബർ 30 അദ്ദേഹത്തെ പുറത്താക്കാൻ ബോർഡിനായി. സസ്പെൻഷൻ കാലത്തും പാതി ശമ്പളം കൊടുത്തുകൊണ്ടാണിരുന്നത്. ജിഹാദി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശക്തമാകുന്നതു കണ്ട പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ 2020 ഡിസംബർ 23 പിണറായി സർക്കാരിനോട് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട പുസ്തകമാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ. അതിനു മുൻപ് DGP ആയിരുന്ന സെൻകുമാറും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ജിഹാദിനെ മുസ്ലിമിന്റെ ചുമതലയാക്കി ചിത്രീകരിക്കുന്ന ഒരു വിവാദ പുസ്തകമാണിത്. ഇബൻ നുഹാസ് എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ ഇമാം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് അൽ ദിമാക്ഷി അൽ ദുമയന്തി 1411 രചിച്ച മഷാരി അൽ അഷ്വാഖ് ഇല മസാരി അൽ ഉഷാഖ് എന്ന പുസ്തകമാണ് യുവാക്കളെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുന്ന ഈ മതപുസ്തകം. പണ്ഡിതൻ എന്നതുപോലെ മുജാഹിദുമായിരുന്നു ഇമാം നുഹാസ്. റോമൻ സൈന്യവുമായുള്ള പോരാട്ടത്തിൽ 1411 കൊല്ലപ്പെട്ട പോരാളിയാണ്. 20-ാം നൂറ്റാണ്ടിൽ ജിഹാദി പ്രവർത്തനങ്ങൾ പുനരുദ്ധരിച്ച ഷെയ്ഖ് അബ്ദുള്ള അസാം ജിഹാദിനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും മികച്ച ഗ്രന്ഥമായാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. 1940കളിൽ ഇഹ്വാൻ അംഗങ്ങളുടെ സിലബസിന്റെ ഭാഗമായിരുന്നു ഈ പുസ്തകം. മലയാള വിവർത്തകൻ ആരാണെന്ന് ഇപ്പോഴും നിഗൂഢമാണ്. ദേശദ്രോഹപരവും മതതീവ്രവാദപരവുമായ ഉള്ളടക്കങ്ങളുള്ള മതവിദ്വേഷം പരത്തുന്ന ഈ പുസ്തകം യുവാക്കളെ വഴിതെറ്റിക്കാമെന്നും തീവ്രവാദ സംഘടനകളിൽ ചേരുവാൻ സഹായിക്കുമെന്നുമാണ് പോലീസ് കരുതുന്നത്. പുസ്തകം നിരോധിക്കണമെന്ന് ബെഹ്റ ശുപാർശ സമർപ്പിച്ചതല്ലാതെ ഫോളോ അപ്പ് ഒന്നും നടത്തിയതായി സൂചനയില്ല. ഇത്രയും ഗുരുതരമായ ശുപാർശ സംബന്ധിച്ച ഒരു തീരുമാനവും എടുത്തതുമില്ല. ആ സാഹചര്യത്തിലാണ് 2021 ജൂലൈ 21 ഇപ്പോഴത്തെ പോലീസ് മേധാവി അനിൽ കാന്തും ശുപാർശ ആവർത്തിച്ചത്. കേരളത്തിൽ നടക്കുന്ന ജിഹാദുകളെ കുറിച്ചുള്ള വിവാദങ്ങൾ ബലപ്പെട്ടതോടെ സർക്കാർ അനങ്ങി. 2021 സെപ്റ്റംബർ 25 പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ഇതേക്കുറിച്ച് പഠിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ S ഹരികിഷോർ, ഇന്റേണൽ സെക്യൂരിറ്റിക്കുള്ള പോലീസ് IG G സ്പർശൻ കുമാർ, മുഖ്യമന്ത്രിയുടെ മുൻ നിയമോപദേഷ്ടാവും നിയമവിദഗ്ധനുമായ NK ജയകുമാറും അംഗങ്ങളായ ഒരു വിദഗ്ധ സമിതിയോട് DGPമാരുടെ നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കുവാൻ സർക്കാർ ആവശ്യപ്പെട്ടു. ഇവരിൽ ജയകുമാർ ഒഴികെയുള്ളവർ ഔദ്യോഗികമായാണ് പദവി വഹിക്കുന്നത്. 2022 ഒക്ടോബർ ആയിട്ടും ഒരു തീരുമാനവും വന്നതായി അറിയില്ല. 2021 ജൂലൈയിൽ കോഴിക്കോട് പ്രവേശന പരീക്ഷയ്ക്ക് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു. അവളെയും മതം മാറാനും വിവാഹം കഴിക്കുവാനും യുവാവും കൂട്ടുകാരും നിർബന്ധിച്ചു. പെൺകുട്ടിയും പിതാവും പോലീസിൽ പരാതി കൊടുത്തു. നടപടി ഉണ്ടായിട്ടില്ല. ഒക്ടോബർ ആയിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല. എന്തേ എത്താത്തത് എന്ന് ചോദിക്കേണ്ടവർ ചോദിക്കുന്നുമില്ല. ഇതുതന്നെയാണ് മയക്കുമരുന്ന് കെണിയിലും സംഭവിക്കുക. പോലീസുകാരന്റെ മകളുടെ സംഭവം പോലും യഥാർത്ഥ പ്രതികളിൽ എത്തുമോ? പ്രതികൾക്ക് മയക്കുമരുന്ന് കൊടുത്തവരിലേക്ക് കേസ് എത്താതെ പോലീസ് നോക്കും. യഥാർത്ഥ പ്രതി ഒരിക്കലും പിടിക്കപ്പെടാറില്ല. കോഴിക്കോട്ടെ ജ്യൂസ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ നോക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ പോലീസിൽ പരാതിപ്പെട്ട ഇത്തരം 60 സംഭവങ്ങൾ ഉണ്ടെന്നാണ് ക്രൈസ്തവർ പറയുന്നത്. പോലീസ് നടപടിയെടുക്കാറില്ല. കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ നിന്നും 20 പേർ സിറിയയിൽ തീവ്രവാദികളായി എത്തിപ്പെട്ട കഥ അറിയുമ്പോഴും അവരെ അവിടെ എത്തിച്ചവർ ഇവിടെ സ്വൈര്യവിഹാരം നടത്തി തീവ്രവാദ പ്രവർത്തനം തുടരുന്നു. NIA വല്ലപ്പോഴും നടത്തുന്ന അറസ്റ്റുകൾ അല്ലാതെ ഒന്നും കേരള പോലീസ് അറിയുന്നതേയില്ല. കാസർകോട്ടെ ഒരു കോളേജിൽ പഠിക്കാനെത്തുന്ന ആ മുസ്ലിമുകളായ കുട്ടികൾ വലിയ അളവിൽ മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുന്നത് പതിവാകുന്നു.
പുറത്തുവരുന്ന ഈ കഥകളുടെ യാഥാർത്ഥ്യം പോലും പോലീസ് തേടുന്നില്ല. കേരള പോലീസ് എന്തേ SDPI തീവ്രവാദികൾക്ക് ഇങ്ങനെ വിധേയപ്പെടുന്നു? കേരളത്തെ ആകെ നടുക്കുന്ന വിധം അവർ നടത്തിയ കൊലപാതകങ്ങളിൽ പോലും യഥാർത്ഥ പ്രതികളെ പിടിക്കുവാനോ മനുഷ്യത്വഹീനമായ കൊലപാതകങ്ങൾക്ക് വേണ്ട ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനോ ഉള്ള ജാഗ്രത കേരള പോലീസ് കാണിക്കുന്നില്ലെന്ന ചിന്ത വല്ലാതെ ശക്തമാവുകയാണ്. 2021 നവംബർ 15 തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിലെ മാമ്പ്രത്തിനു സമീപം കിനാശ്ശേരിയിൽ സജിത് എന്ന RSS പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതികളെ ആരെയും പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പിയത് നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് 2010 ജൂലൈ 4 തൊടുപുഴയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിയ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ സംഭവത്തിൽ കേരള പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. പ്രതികൾ എന്ന് പറഞ്ഞ് SDPIക്കാർ ഹാജരാക്കുന്നവരെ ഏറ്റുവാങ്ങിയതല്ലാതെ പോലീസ് ആരെയും കണ്ടെത്തിയതായി കേൾക്കാനില്ല. ജോസഫിന്റെ സംഭവത്തിൽ അവസാനം വന്ന NIA ആകട്ടെ കേസന്വേഷണത്തിന് നിയോഗിച്ചത് ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനെ. അദ്ദേഹം തീവ്രവാദികൾ ചെയ്തതിനെ ജോസഫിനോട് തന്നെ ന്യായീകരിച്ചു. അവസാനം ജോസഫിന്റെ സ്ഥിതി മനസ്സിലാക്കിയ ഉന്നത ഉദ്യോഗസ്ഥർ ആദ്യത്തെ ഉദ്യോഗസ്ഥനെ മാറ്റി നിയമിച്ചു. എങ്കിലും അക്കാലം കൊണ്ട് കേരള പോലീസും മറ്റ് അന്വേഷകരും ചേർന്ന് യഥാർത്ഥ പ്രതികൾ പലരെയും ഒഴിവാക്കി. പലരും രക്ഷപ്പെടുന്ന വിധം കേസ് പൂർത്തിയാക്കുകയും ചെയ്തു എന്നതാണ് കരുതപ്പെടുന്നത്. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ പോലും തളർത്തിക്കളഞ്ഞ ഒന്നായിരുന്നു മലബാർ കലാപമെന്ന് സാക്ഷാൽ EMS പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്നുവരെ മലബാറിൽ മുസ്ലിമുകളും ഹിന്ദുക്കളും തമ്മിൽ സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ചിരുന്നു. ഈ വിശ്വാസത്തെ ശരിക്കും മുതലാക്കിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുസ്ലിം നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കിയത്. ഗാന്ധിജി പോലും ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്താങ്ങി. തുർക്കിയിലെ സുൽത്താൻ ബ്രിട്ടീഷുകാർ അടക്കമുള്ള വിദേശ ശക്തികളുമായി പോരാടി തോൽക്കുകയും ഖലീഫയുടെ ഭരണം ഇല്ലാതാവുകയും ചെയ്തതിനെതിരെയാണ് ഖിലാഫത്ത് സമരം വന്നത്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് മുസ്ലിമുകളുടെ കൂടെ പിന്തുണ കിട്ടുവാനാണ് ഗാന്ധിജി ആ സമരത്തിൽ പങ്കാളിയായത് എന്ന് ചിത്രീകരിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ആ വ്യാഖ്യാനത്തിൽ വിശ്വസിക്കാനും ന്യായമുണ്ട്. ഏതായാലും മലബാറിലെ ഖിലാഫത്ത് സമരം നയിച്ചത് കോൺഗ്രസുകാരായിരുന്നു. അല്ലെങ്കിൽ മുസ്ലിമുകൾ തന്ത്രപൂർവ്വം കോൺഗ്രസുകാരെ മുന്നിൽ നിർത്തി ഗാന്ധിജിയെ കരുവാക്കി. ആ സമരത്തെ തുടർന്നുണ്ടായ മലബാർ കലാപം ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ അത് സ്വാതന്ത്ര്യ സമരമായി. CPMക്കാർ വരെ അതിൻ്റെ വക്താക്കളുമായി. താലിബാൻ ശൈലിയിൽ നടന്ന ഒരു നിർബന്ധിത പ്രതിഷേധമായിരുന്നു 2021 ഡിസംബർ 5 ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികം കൊണ്ടാടാനെന്ന പേരിൽ പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ കോട്ടങ്ങൽ സെന്റ് ജോർജ് സ്കൂളിലേക്ക് വന്ന വിദ്യാർത്ഥികളുടെ നെഞ്ചത്ത് "ഞാൻ ബാബറിയാണ്" എന്ന പോസ്റ്റർ പതിപ്പിച്ച സംഭവം. സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും തീവ്രവാദികളുടെ നടപടിയുടെ പ്രത്യാഘാതം മനസ്സിലാക്കി പോലീസിൽ പരാതിപ്പെടുകയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മുനീർ ഇബ്നുവിനെ സമുദായ സ്പർദ്ധ വളർത്താനും വർഗീയത പടർത്താനും ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 പ്രവർത്തകരെ കൂടി പ്രതികളാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചു. പിന്നെ എല്ലാം മറന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം മുസ്ലിം സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ഏറ്റെടുക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആവിഷ്കാരം മാത്രമായി അതിനെ പരസ്യമായി ലളിതവൽക്കരിക്കുകയും ചെയ്തു. തങ്ങൾ കാണിച്ച ധിക്കാരത്തിൽ സങ്കടം തോന്നിയില്ലെന്ന് മാത്രമല്ല, സംഭവത്തെ ന്യായീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു നിർബന്ധിത പ്രതിഷേധ പ്രകടനത്തിന് തങ്ങളുടെ സമുദായത്തിലെ കുട്ടികളെ മറ്റു സമുദായക്കാർ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ സമീപനം? കുട്ടികളിൽ വർഗീയ വിഷം കലർത്തുന്ന പാഠ്യക്രമങ്ങൾ മാത്രമല്ല, മറ്റു സമുദായങ്ങൾക്കെതിരെ കുട്ടികളെ ഉപയോഗിക്കുവാനും തീവ്രവാദികൾ ബോധപൂർവം ശ്രമിക്കുന്നു. കൊച്ചിയിൽ കത്തോലിക്ക സഭ നേതൃത്വത്തിനെതിരെ പ്രക്ഷോഭണം നടത്തിയ കന്യാസ്ത്രീകളുടെ സമരപ്പന്തലിൽ മുസ്ലിം തൊപ്പിവെച്ച പിഞ്ചുകുട്ടികൾ പ്രത്യക്ഷപ്പെട്ടത് അതിൻ്റെ ഒരു സൂചനയായിരുന്നു. എല്ലാ മേഖലയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് മുസ്ലിം തീവ്രവാദികൾ എന്നതാണ് സമകാലീന യാഥാർത്ഥ്യം. ഇടതു സർക്കാർ അതിന് ഒത്താശയും ചെയ്യുന്നു.
ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുന്നില്ല. അദ്ദേഹം ഈ ലോകത്തില്ലാത്തതുപോലെ തോന്നും. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.